സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ബൈബിളുള്ളവർ നോക്കുക, അല്ലാത്തവർ കേൾക്കുക. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരോ, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതു അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരിക്കൽ ജനസമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് യേശുക്രിസ്തു എവിടെ വന്നാലും അവിടെ ജനക്കൂട്ടം വരുമായിരുന്നു. ഇവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ആരും വിളിക്കേണ്ടതായ ആവശ്യമില്ലായിരുന്നു. അവൻ എവിടെയാണോ ആയിരിക്കുന്നത് അവിടേക്ക് അവർ ഓടിയടുക്കുമായിരുന്നു. ഒരിക്കൽ അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം ലഭിക്കാതെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് മരുഭൂമിയിൽ ചെന്നിട്ട് കുറച്ചു നേരം ആരോടും പറയാതെ വിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ദൂരെ ഏതോ ഊരിലേക്ക് പോയ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടെ ചെന്നപ്പോഴേക്കും ആ വിഷയം അറിഞ്ഞതായ ജനങ്ങൾ ഓടി വന്നിട്ട് യേശുവിനെ കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അത്രമാത്രം അവൻ്റെ വചനങ്ങൾ അത്ഭുതകരമായിരുന്നു. അത്രത്തോളം അവൻ്റെ വചനത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു. അത്രമാത്രം അവൻ ആവശ്യത്തിലിരുന്ന ആളുകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഒരിക്കലും ജനക്കൂട്ടത്തോടൊപ്പം ആയിരിക്കുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. എത്രയോ സമയം ജനക്കൂട്ടത്തോടൊപ്പം ആയിരിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ സമയം പിതാവിനോടൊപ്പം ആയിരിക്കുക എന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ വേഗത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ പോകുമായിരുന്നു. രാത്രി മുഴുവൻ അവനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ജഡശരീരത്തിലായിരുന്നതുകൊണ്ട് വളരെ ഉണർവോടുകൂടി അവൻ പ്രാർത്ഥിക്കും ആയിരുന്നു. യേശുക്രിസ്തു എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയായിരിക്കുകയാണ്. അവൻ ജഡശരീരത്തിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നാം നോക്കി പഠിക്കേണ്ടതിനു വേണ്ടി തൻ്റെ കാൽപ്പാടുകൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ദിവസം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായി ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് പ്രധാനമായി വേണ്ടത് ദൈവത്തോട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥന, അതുപോലെ ദൈവമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയാണ് ആവശ്യം. പ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രധാനമായി 3 ശത്രുക്കൾ ഉണ്ട്. ചിലർ പറയാറുണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എന്നൊക്കെ. കേട്ടിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരും, അല്ലാത്ത സമയത്ത് ഉറക്കം വരികയില്ലെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുവാനായിട്ട് കണ്ണുകളടച്ച് തലകുനിച്ച് ഇരിക്കുന്ന സമയത്ത് നല്ലവണ്ണം ഉറക്കം വരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കാണെങ്കിൽ തലയിൽ മൂടിയുമുണ്ട്. ശരിയല്ലേ? ഉറക്കം തൂങ്ങൽ. അതുകൊണ്ട് ഉറക്കം വരികയാണെങ്കിൽ നിങ്ങൾ മുഴങ്കാൽ മടക്കേണ്ട കാര്യമില്ല, കണ്ണടയ്ക്കേണ്ടതായ കാര്യമില്ല. കണ്ണു തുറന്നും പ്രാർത്ഥിക്കുവാൻ കഴിയും, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും, കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ, നമുക്ക് നടന്നു വേണമെങ്കിലും പ്രാർത്ഥിക്കുവാൻ കഴിയും. അതിനെ നമുക്ക് ജയിക്കണം. രണ്ടാമതായി ഉണ്ടാകുന്നതായ ചിന്തകൾ. പ്രാർത്ഥന ചെയ്യും, കർത്താവേ എനിക്ക് ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി നൽകണമേ. ആ ഹോസ്പിറ്റലിൽ കിട്ടുവാണെങ്കിൽ നൽകുക. ഹോസ്പിറ്റലാകുമ്പോൾ അനേകം ആളുകളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലായിരിക്കും. ആ ഹോസ്പിറ്റലിൽ പിന്നെ എങ്ങനെയാണ്, ഏത് ഹോസ്പിറ്റലായി ഇപ്പം ചെന്ന് ചോദിക്കുക, ഇപ്പം എന്താ? അങ്ങനെ സംസാരിച്ചുകൊണ്ട്, പ്രാർത്ഥന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. കർത്താവേ ഈ ക്രിസ്മസിന് എനിക്കൊരു ചുവന്ന സാരി നൽകണമേ. ആ ചുവന്ന പുതിയ ഫാഷൻ ഇറങ്ങിയ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്താണ്? കർത്താവേ ഒരു ബൈക്ക് നൽകണമേ. പുതിയ മോഡൽ ഇറങ്ങിയ ഹീറോ ഹോണ്ട ആണെങ്കിൽ നല്ലത്, അപ്രകാരം വായിച്ചവൻ. അതാണ് ചിതറിപ്പോയതായ ചിന്തകൾ. നമ്മുടെ പ്രാർത്ഥന സമയത്ത് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഓരോരോ ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രാർത്ഥന അലക്ഷ്യമാക്കി മാറ്റാനിടയാകും. ചിതറിപ്പോകുന്ന ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് ജയം നേടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം. അതായത് നിങ്ങൾ ഉറച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരും കേൾക്കത്തക്ക വണ്ണമല്ല, ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ചെവിക്ക് കേൾക്കുവാൻ കഴിയുമെങ്കിൽ ചിതറിക്കുന്നതായ ചിന്തകളിൽ നിന്ന് വിടുതൽ നേടുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇനിയും ചെയ്യുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വായ് തുറന്ന് നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഉറച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിതറിക്കുന്ന ചിന്തകളിൽ നിന്ന് ജയം നേടാം. മൂന്നാമതായി
നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കാം എന്ന് പറയുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ വേണമെങ്കിൽ അവനും വന്ന് കൈയടിക്കും, പ്രസംഗിക്കുകയാണെങ്കിൽ റെഫറൻസും വേണമെങ്കിൽ കാട്ടിത്തരും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയെ കാണുകയാണെങ്കിൽ പിശാചിനെ മുട്ടുവിറയ്ക്കുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയെ പിശാചിന് ജയിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പ്രാർത്ഥന ചെയ്യുന്ന ദൈവമക്കളെ ഡിസ്റ്റർബ് ചെയ്യാൻ അവൻ ശ്രമിക്കും. എൻ്റെ പിതാവ് ഡെപ്യൂട്ടി എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. ഒരുപാട് വർഷക്കാലം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചെന്ന ദൈവം അദ്ദേഹത്തെ മാറ്റി. എന്നാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം ഒരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും മക്കളെല്ലാവരെയും വിളിച്ചിട്ട് കുടുംബ പ്രാർത്ഥനയിൽ ഇരുത്താനിടയാകും. 8 മക്കളാണെന്ന് ഓർമ്മ വേണം. എല്ലാവരെയും ഒരുമിച്ചിരുത്തുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 18 വയസ്സാണെങ്കിൽ ഇളയവന് 8 വയസ്സാണ്. എല്ലാവരും പ്രാർത്ഥനയ്ക്കിരിക്കണം. 8 മക്കളുള്ള ഒരു അമ്മയ്ക്ക് എത്രമാത്രം ജോലി തിരക്കുണ്ടായിരിക്കും പറയൂ. അമ്മയും പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. പ്രാർത്ഥനയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കും വെളിയിൽ പാൽക്കാരൻ വന്ന് വിളിക്കുന്നത്. അമ്മ എഴുന്നേൽക്കുമ്പോൾ അപ്പൻ പറയും, ഇന്ന് കാപ്പിയും വേണ്ട പാലും വേണ്ട, നീ അവിടെ ഇരിക്കൂ എന്ന്. എന്താണ്? സ്വസ്ഥമായൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അടുക്കളയിൽ ശബ്ദം കേൾക്കും. പൂച്ചയായിരിക്കും. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ആരെങ്കിലും വരും അപ്പോൾ, അല്ലെങ്കിൽ വാതിലടയ്ക്കും, വാതിൽ തുറക്കും, ലൈറ്റ് ഇടും, ലൈറ്റ് ഓഫ് ചെയ്യും. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥന ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥന ചെയ്യുന്നതായ ആളുകൾ നിങ്ങളൊരു ഏകാന്തമായ സ്ഥലം കണ്ടുപിടിച്ച്, ഒരു പ്രത്യേക സമയം കണ്ടുപിടിച്ച് അതേ സമയത്ത് ആ സ്ഥലത്ത് വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങളെ നേരിടുവാൻ കഴിയും. നിങ്ങൾക്ക് വലിയ വീടൊന്നുമില്ലെങ്കിൽ ചെറിയ വീടാണെങ്കിലും ഒരു മൂലയ്ക്ക് പോവുക. നിങ്ങൾക്ക് വീടില്ല എങ്കിൽ നിങ്ങൾ കൃഷി സ്ഥലത്ത് വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സമുദ്രതീരത്താണെങ്കിൽ സമുദ്രതീരത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കൂ. എവിടെ ചെന്നാലും സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്ന് ചിലർ പറയാറുണ്ട്. രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും വളരെ ശല്യമാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാൻ കഴിയില്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കുക, എല്ലാവരും കിടന്നു കഴിഞ്ഞ ശേഷം. അതുപോലെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അത് ഏറ്റവും നല്ലതാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാച് തടസ്സം കൊണ്ടുവരേണ്ടയാകും. അതിനെ നാം നേരിടണം. എന്തുകൊണ്ടെന്ന് യേശു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഗെത്സമന തോട്ടത്തിൽ ചെന്നിട്ട് ഏകാന്തമായി പ്രാർത്ഥിച്ചു. എന്നിട്ടും തൃപ്തി വരാതെ കർത്താവ് ഒരു മലയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ഒരു മലയിൽ ചെന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ യെരുശലേമിൽ പോയപ്പോൾ ആ മറുരൂ മലയിൽ പോയിട്ടുണ്ട്. ഒരു ബസ്സിൽ കുറേ ചുറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് പോകുകയില്ല, പിന്നെ കാറിൽ വേണം. കാറിൽ കുറേ ദൂരം അങ്ങനെ പോയിട്ട് അങ്ങനെ മുകളിൽ കയറിപ്പോണം. നാം ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ ഇപ്പോൾ 40 മിനിറ്റ് യാത്ര ചെയ്താലും അവിടെ എത്തുകയില്ല. എന്നാൽ യേശുക്രിസ്തു അന്ന് മല കയറിപ്പോയത് ബസ്സിലാണോ അതോ കുതിരപ്പുറത്തായിരുന്നു പോയത്? കാൽ കൊണ്ട് നടന്ന് ആ മലയുടെ ശിഖരത്തിൽ പോയെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ദൂരം പോയത്, കഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്ന് യെരുശലേം മുഴുവനും കാണുവാൻ കഴിയുമായിരുന്നു. അവിടെ നിന്ന് യെരുശലേമിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവന്റെ ക്രൂശീകരണത്തിന്റെ ദിനങ്ങൾ അടുത്തു വന്നുകൊണ്ടിരുന്നു. അവൻ മനുഷ്യന്റെ പാവപരിഹാരത്തിനായി തന്റെ ജീവനെ കൊടുക്കുന്നതായ സമയം അടുത്തു വന്നിരുന്നു. അപ്പോൾ ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. അങ്ങനെ അവൻ ഒരുപാട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. ആ മലയിൽ പ്രാർത്ഥിച്ച സമയത്തായിരുന്നു അവന്റെ രൂപാന്തരം വന്നത്. അത്ഭുതകരമായി സ്വർഗീയ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമിയിൽ ഒരു അലക്കുകാരൻ വെളിപ്പെപ്പാൻ തക്കവണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെട്ടിത്തിളങ്ങി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ പത്രോസും യാക്കോബും യോഹന്നാനും അന്ന് പ്രാർത്ഥിച്ചോ? അവർ പ്രാർത്ഥിച്ചില്ല. അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കമായിരുന്നു. കർത്താവിന്റെ അടുത്ത് തന്നെയാണ്, എന്നാൽ എപ്പോഴും ഉറക്കമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യും. അതുപോലെ സഭയിലെ പണികൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവസാനം മീറ്റിങ്ങിന്റെ സമയമാകുമ്പോൾ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കാണാം. അതാണ്. കുറച്ചെങ്കിലും ഉണർന്നിരിക്കുവാൻ കഴിയില്ലേ? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന്. അവൻ മലമുകളിൽ വെച്ച് സ്വർഗീയ ശക്തി വന്നിട്ട് അവൻ രൂപാന്തരം പ്രാപിച്ചു വന്നപ്പോൾ കർത്താവിന്റെ കൂടെയുള്ള 3 ശിഷ്യന്മാരെ കൂടാതെ ബാക്കി താഴെ 9 ശിഷ്യന്മാർ ഉണ്ട്. ഇവിടെ യേശുക്രിസ്തു മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ താഴെ ജനസമൂഹം എല്ലാം കാത്തിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതിനകത്ത് അവിടെ ആയിരുന്ന സകലരും കൂടെ കൂടിയിട്ട് തർക്കിക്കുകയായിരുന്നു, വഴക്കുണ്ടാക്കുകയായിരുന്നു, വാദപ്രതിവാദങ്ങൾ നടത്തുകയായിരുന്നു പരസ്പരം. അപ്പോൾ കർത്താവ് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കുന്നത് എന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി മുൻപോട്ട് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, പുരുഷാരത്തിൽ ഒരുവൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ചു, പല്ലുകടിച്ചു, വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക്
കഴിഞ്ഞില്ല. കർത്താവേ, എൻ്റെ മകനെ ഒരു ഊമനായ ആത്മാവ് ബാധിച്ചു. എങ്ങനെയുള്ള ആത്മാവാണ്? ഊമൻ്റെ ആത്മാവുണ്ട്. ചില ആത്മാക്കളാണെങ്കിൽ വടവടവടവടവടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വായടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കില്ല. ചിലതാണെങ്കിൽ എന്തെല്ലാം ചോദിച്ചാലും ഒരക്ഷരം മറുപടി പറയില്ല. നോക്കൂ, വാ തുറക്കുന്നില്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. നാം ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയുന്നില്ല എങ്കിൽ, ചോറുണ്ടോ എന്ന് ചോദിച്ചാൽ, ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ, എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏത് കാര്യത്തിന് മുഖം പെരുപ്പിച്ചാൽ നമുക്കും ടെൻഷനായി പോകത്തില്ലേ? എന്താണ്? പിശാച് ഏതു സമയത്തും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതും മറ്റുള്ളവരെ ശല്യപ്പെടുത്തുവാനും ശ്രമിക്കുന്നു. ഒരാൾക്ക് രോഗം വന്നാൽ, ഒരാൾക്ക് ഭൂതം ബാധിച്ചാൽ ആ വീട്ടിലെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും സങ്കടമാണ്. ആ വീട്ടുകാർക്ക് ഒരിക്കലും സുഖമായി കിടന്നുറങ്ങാൻ കഴിയില്ല. പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഭൂതബാധ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പല ഉൾനാടുകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ സേവ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. അവിടെ ഉൾനാടുകളിൽ, വനപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ദുഷ്ടാത്മ ശക്തികൾ എപ്പോഴും കറങ്ങി നടക്കുന്നതായ ഒരു ഇടമാണ്. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഭൂതബാധ ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ ആത്മാവ് ബാധിച്ചവർ ഭക്ഷണം കഴിക്കത്തില്ല, ഉറങ്ങുകയില്ല. വീട്ടിലെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിക്കും, ഉച്ചത്തിൽ നിലവിളിക്കും, ഒച്ചവയ്ക്കും. വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ, ഫോട്ടോകൾ, പാത്രങ്ങളെല്ലാം വലിച്ചെറിയും, എല്ലാം നാശമാക്കി വയ്ക്കും. അങ്ങനെയുള്ള നാശം ചെയ്യുകയും എല്ലാവരെയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നതായ ആത്മാക്കൾ പലരിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നാം ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ വരുവാൻ ഇടയായി. അപ്പോൾ ഈ ഭൂതങ്ങളും, പഴയകാലത്തെ ഭൂതങ്ങളൊക്കെ ഇപ്പോൾ മോഡേൺ ഭൂതങ്ങളായി മാറിയിട്ടുണ്ട്. ഭൂതങ്ങൾക്കും ഇപ്പോൾ സ്റ്റൈലാണ്. വളരെ മോഡിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഭൂതങ്ങളും ലിപ്സ്റ്റിക് അടിക്കുകയും മേക്കപ്പ് അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ആടുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം പുതിയ സ്റ്റൈലാക്കിയിട്ടുണ്ട്. എന്താണ്? ഈ അവസാന കാലത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം വളർന്നതായി ഈ സാഹചര്യത്തിൽ ലോകത്തിൽ പിശാച് പുതിയ രീതിയിലാണ് ആളുകളെ വീഴിക്കുവാൻ വേണ്ടി നോക്കുന്നത്. മദ്യപാനം ഒരു പിശാചാണ്, വ്യഭിചാരം ഒരു പിശാചാണ്. ആ വ്യഭിചാരവും മദ്യപാനം ചെയ്യുന്ന വ്യക്തി അതിൽ നിന്ന് പിന്മാറുവാൻ കഴിയാതെ വരുന്ന സമയത്ത് ആ വ്യഭിചാരത്തിന് പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുകയാണ്. മദ്യാസക്തിയിൽ പിടിക്കപ്പെടുന്നതായ ഒരു വ്യക്തി, തന്മൂലം അവന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുവാനിടയാകും. ഉപേക്ഷിക്കുവാൻ പറഞ്ഞാൽ അവന് കഴിയില്ല എന്ന് പറയുന്നു. ഏതോ ഒരു ശക്തി അവനെ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് എത്രയോ യൗവനക്കാരും അതുപോലെ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട് ഇരിക്കുന്നുണ്ട്. എത്രയോ പേർ പാപത്തിന് അടിമകളായി മാറിപ്പോകുന്നുണ്ട്. ഇവനെ ഭൂതം ബാധിച്ചിരിക്കുന്നു. അവനെ അത് വീഴ്ത്തിയിട്ട് ഉപദ്രവിക്കുകയാണ്. പിശാച് എപ്പോഴും എന്താണ് ചെയ്യുന്നത്? പിശാച് നമ്മെ വീഴ്ത്തുകയാണോ ചെയ്യുന്നത്? എഴുന്നേൽപ്പിക്കുകയാണോ? പിശാചിന്റെ പണി എന്താണ്? വീഴിക്കുകയാണ്. അഗ്നിയിൽ വീഴിക്കുമെന്നും വെള്ളത്തിൽ വീഴിക്കുമെന്നും പറയുന്നു. ഒരു ഗ്രാമത്തിലുള്ള ദൈവദാസൻ ഇപ്രകാരം പറയാനിടയായി, അഗ്നി എന്ന് പറയുമ്പോൾ അത് ചുരുട്ടാകുന്നു, വെള്ളമെന്ന് പറഞ്ഞാൽ അത് മദ്യമാണെന്ന്. തണ്ണി എന്ന് പറയും. അതായത് തമിഴ്നാടുള്ള സ്ഥലങ്ങളിലൊക്കെ പറയും, എന്താണ്? തണ്ണി കുടിച്ചോ. കുടിക്കുന്ന വെള്ളത്തിനും തണ്ണി എന്നാണ്, ചാരായത്തിനും തണ്ണി എന്നാണ്. അനേകം ആളുകളുണ്ട് പുകവലിക്ക് അടിമയായവർ, മദ്യപാനത്തിന് അടിമയായവർ, മയക്കുമരുന്നിന് അടിമയായവർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാ സ്ഥലങ്ങളും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദേശത്ത് അതിന്റെ നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ആളുകൾ പുകവലി ഉപേക്ഷിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് പുകവലിക്ക് അടിമകളായവർ. ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നിന്റെ സ്വയം ശക്തിയാൽ നിനക്ക് വെളിയിൽ വരുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം എന്തോ ഒരു ദുഷ്ടശക്തി നിന്നെ പിടിച്ചിരിക്കുന്നുവെന്നാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് നൽകുന്ന മരുന്നും ഗുളികകളും ഒന്നും ഉപയോഗമാകില്ല. അപ്പോൾ ഒരുവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രവാദിയുടെ അടുക്കൽ പോയെന്ന്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ രോഗം കൂടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിച്ചപ്പോൾ, ചെറിയ പിശാചിനെ അഴിക്കാൻ വേണ്ടി വലിയ പിശാചിനെ എന്നിലേക്ക് അയച്ചു. ഇപ്പോൾ രണ്ടിനെയും കൂടെ അഴിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഇതൊന്നും വിടുതൽ നൽകുകയില്ല നമുക്ക്. എനിക്ക് വളരെ അതിശയം തോന്നി. ഈ കാലത്ത് അനേകം ആളുകൾ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് വരാതെ മറ്റുള്ളവരുടെ അടുക്കിലേക്കാണ് പോകുന്നത്. എന്റെ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. എന്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുമാറാകണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായ എല്ലാ വ്യക്തികൾക്കും വിടുതൽ കൊടുക്കുമാറാകണമേ ദൈവമേ. ഏത് ദുഃഖത്താലാണ്, ഏത് ഭാരത്താലാണ്, ഏത് ആവശ്യത്താലാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത്? ഞങ്ങളെ നന്നായി അറിയുന്നതായ കർത്താവേ, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവമേ, ഈ ദിവസം ഇവിടെ രോഗികളായിരിക്കുന്ന സകലർക്കും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകുമാറാകട്ടെ. അത് ക്യാൻസർ ആയാലും, അത് എയ്ഡ്സ് ആയാലും, അത് ലിവർ പ്രോബ്ലം ആയാലും, തൈറോയിഡ് ആയാലും,
അത് ഷുഗറും BP പോലുള്ളതായ രോഗമാണെങ്കിലും ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ദൈവമേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവേ, പരസ്ത്രീ ബന്ധത്തിലും ദുർനടപ്പിലുമൊക്കെ അകപ്പെട്ടുകൊണ്ട് തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് തങ്ങളുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ആളുകളെ, എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾക്ക് അടിമയായിരിക്കുന്ന ആളുകളെയെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. അവിടെ രോഗത്തിന്റെ മരുന്ന് പശ്ചാത്താപമാകുന്നു. അന്ന് ദാവീദിനോട് ക്ഷമിച്ചതായ കർത്താവാകുന്നു നീ. എന്നോട് നീ ക്ഷമിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പശ്ചാത്തപിക്കുവാൻ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രാപിച്ചതായ അനുഗ്രഹം നിന്റെ വരവ് വരെയും നിലനിൽക്കുന്നതിനായി, നിന്നെ ഞങ്ങൾ മുഖാമുഖം കാണുന്നതുവരെയും ഞങ്ങളുടെ ഹൃദയശുദ്ധിയെ കാക്കുന്നതിനായി, ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നതിനായി, ഭയത്തോടെ ഭക്തിയോടെ ഞങ്ങളുടെ രക്ഷ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.